നമസ്കാരം. ആലപ്പുഴയ്ക്ക് പോകാനുള്ള ആഗ്രഹത്തിൽ 4 മണിക്ക് മുമ്പ് കാവാലത്ത് എത്തിയതാണ്. അപ്പോഴാണ് അറിയുന്നത് 4 മണിയുടെ ബോട്ട് ഇന്ന് ഉണ്ടാകുകയില്ല. ഇനി 5 മണിക്ക് അടുത്ത ബോട്ടുള്ളൂ. കാത്തിരുന്നു. ആലപ്പുഴ നിന്ന് വരുന്ന ബോട്ടാണ് ഇനി തിരികെ പോകേണ്ടത്. 5 മണി കഴിഞ്ഞിട്ടും അത് എത്തുന്നില്ല. ആരോ പറഞ്ഞു അതും കേടായി ഇടയ്ക്ക് കിടപ്പുണ്ട്. അല്പം നിരാശ തോന്നാതിരുന്നില്ല. ബോട്ട് ചട്ടിയിൽ ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരു ചെറുപ്പക്കാരൻ ഈ അനുഭവത്തെ പുതിയ കാലത്തിൻ്റെ ഏറ്റവും നല്ല ഭാഷയിൽ ഉറക്കെ വിശേഷിപ്പിച്ചു. ഇത് നല്ല പോസ്റ്റായല്ലോ എന്ന്. നേരത്തെ പറഞ്ഞവരും അപ്പോൾ എത്തിയവരും എല്ലാം പലതര അഭിപ്രായ പ്രകടനങ്ങളിലേക്കും ചർച്ചകളിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. സർക്കാരും ജീവനക്കാരും എന്തിന് കായലിലെ പോളക്കൂട്ടങ്ങൾ വരെ നിശിത വിമർശനത്തിന് വിധേയമായി. അതിനിടയിൽ നന്നേ പ്രായമുള്ള ഒരമ്മ അവിടെയുണ്ട്. അരികത്തിരിക്കുന്ന മറ്റാരുടെയോ കുഞ്ഞു മകളോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസന്നവദനയായ ഒരമ്മ. അപ്പോൾ അവിടെ എത്തിയ ഒരു സ്ത്രീ ആ അമ്മയോട് ചോദിച്ചു, ചേച്ചി രാവിലെ തന്നെ ബോട്ടിന് പോകുന്നതാണല്ലോ, ഇതുവരെ മടങ്ങിയില്ലേ? മുഖപ്രസാദം ഒട്ടും വിടാതെ അമ്മ പറഞ്ഞു, അതെ, ഞാനേ 2:10 ബോട്ടിന് പോകാമെന്ന് കരുതി രാവിലെ തന്നെ അരി പൊടിപ്പിക്കാൻ ഇങ്ങോട്ട് പോന്നതാണ്. പക്ഷേ 2:05 ആ ബോട്ട് പോയി. ഞാൻ കണ്ടു അത് പോകുന്നത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിനാണ് കിട്ടാതെ പോയത്. പിന്നെ 4 ബോട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ 5 ഇല്ല. ഇത് പറഞ്ഞിട്ട് ഇടവിട്ട പല്ലുകൾ കാട്ടി ഒരു ചിരിയും ചിരിച്ചു. ആ സ്ത്രീ ചോദിച്ചു, വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. പെട്ടെന്ന് ആ സ്ത്രീ കയ്യിലിരുന്ന പൊതി അഴിച്ച് 2 പഴമെടുത്ത് കൊടുത്തു. ആ അമ്മ അത് വാങ്ങി കഴിച്ചു. എന്നിട്ട് വീണ്ടും ചിരിച്ചു. ചർച്ചകളെല്ലാം അവസാനിച്ചു. ആ അമ്മയുടെ പ്രസാദാത്മകമായ കാത്തിരിപ്പിന് മുമ്പിൽ എല്ലാ വാക്കുകളുടെയും മുനയൊടിഞ്ഞു. ഏകദേശം 6 മണിയോടടുത്തപ്പോഴേക്കും പോകുവാനുള്ള ബോട്ട് വന്നു. ഞങ്ങൾ അതിൽ കയറി. 40 മിനിറ്റോളം കഴിഞ്ഞ് ഉൾക്കായലിൽ ഒരു ചിറയിലേക്ക് ആ അമ്മ ഇറങ്ങി. 2 ചെറിയ കുടിലുകൾ മാത്രമാണ് അവിടെയുള്ളത്. 2 വലിയ സഞ്ചികളും താങ്ങിപ്പിടിച്ച് വീണ്ടും ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവർ ഞങ്ങളെ യാത്രയാക്കി. ശരിക്കും ക്ഷമയുടെ പര്യായം പോലെ ഒരമ്മ. വർഷങ്ങൾ പിന്നിട്ട അനുഭവങ്ങളുടെ ചൂളയിൽ വെന്തുപോകാതെ നല്ല പാകം വന്നൊരു ജ്ഞാന വൃദ്ധ. ആ കായൽ തുരുത്തും ചെറുകുടിലും വൃദ്ധ സാന്നിധ്യവുമൊക്കെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചത് കിം കി ഡുക്കിൻ്റെ ആ പഴയ സിനിമയാണ്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ ആൻഡ് സ്പ്രിംഗ്. അന്ന് രാത്രി അത് വീണ്ടും കണ്ടു. അജ്ഞതയുടെയും കൗതുകത്തിൻ്റെയും മോഹാവേശത്തിൻ്റെയും ക്ഷോഭത്തിൻ്റെയും സഹനത്തിൻ്റെയും സാധനയുടെയും ഋതുഭേദങ്ങളിലൂടെ ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലാസിക് ചലച്ചിത്രം. അതിവേഗം ഓടുന്ന നമ്മുടെ ഇൻസ്റ്റൻറ്റ്, ഡിസ്പോസിബിൾ, കൊമേഴ്ഷ്യൽ കാലത്തിന് ചേരാത്ത ഒരു ചിത്രമാണിത്. ഒരുപക്ഷെ നോമ്പിൻ്റെ ശിക്ഷണങ്ങൾ നമ്മിൽ ഉണർത്തേണ്ട ഭാവശുദ്ധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ചലച്ചിത്രവും കായലോരത്തെ ആ ജ്ഞാനവൃദ്ധയും. നല്ലതും തീയതുമായ അനുഭവങ്ങളുടെ തിരയേറ്റത്തിൽ നിലമറന്നു പോകാതെ കാലുറപ്പിക്കാൻ അവൻ്റെ സ്നേഹത്തുരുത്തിൽ നമ്മെ ബന്ധിപ്പിക്കാം. നമസ്കാരം.